ഹായ്, ഞാൻ പ്രിയ. എല്ലാവർക്കും മാർബിൾ ഹോംസിന്റെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് നിങ്ങൾ മാർബിൾ ഹോംസിലൂടെ പരിചയപ്പെടുന്ന വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിൽ കളമശ്ശേരി മെഡിക്കൽ കോളേജിന് വളരെ അടുത്തായിട്ടാണ്. കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും വെറും 2.5 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലുള്ള ഒരു വീടാണ് നമ്മൾ ഇന്ന് പരിചയപ്പെടുന്നത്. കുറച്ചും കൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ നിങ്ങൾക്ക് നാഷണൽ അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് നുവാൽസ് എല്ലാവർക്കും അറിയുന്നതാണ്. അവിടെ നിന്നും വെറും 1 കിലോമീറ്റർ മാത്രമാണ് ഈ കാണുന്ന വീട്ടിലേക്കുള്ള ഡിസ്റ്റൻസ് വരുന്നത്. നമുക്ക് എലിവേഷൻ കാര്യങ്ങളൊക്കെ കാണുന്നതിനോടൊപ്പം ബാക്കിയുള്ള ഡീറ്റെയിൽസ് കൂടി ഞാൻ പറയാം. അപ്പോൾ ഞാൻ പറഞ്ഞു, എറണാകുളം ജില്ലയിലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും വെറും 2.5 കിലോമീറ്റർ മാത്രം മാറിയുള്ള ദൂരത്തിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. കുറച്ചും കൂടി എളുപ്പത്തിൽ പറഞ്ഞാൽ നുവാൽസ് നാഷണൽ യൂണിവേഴ്സിറ്റി ഓഫ് അഡ്വാൻസ്ഡ് ലീഗൽ സ്റ്റഡീസ് എന്ന് പറയുന്ന സ്ഥാപനം ഇവിടെ വളരെ അടുത്തായിട്ട് തന്നെയാണ്. 1 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഏകദേശം 30 വില്ലകളോളം വരുന്ന ഒരു വില്ല പ്രൊജക്റ്റ് ആണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിനകത്ത് ഏകദേശം ഒരു 5 വീടുകളോളം നമുക്ക് വർക്ക് കഴിഞ്ഞു. അതിനകത്ത് രണ്ടോ മൂന്നോ വീടുകൾ സെയിലായിട്ട് ഇപ്പം നമുക്ക് ഇവിടെ റെഡിയായി കിടക്കുകയാണ്. അപ്പോൾ ഈ ഒരു വലിയ ഏരിയയിലാണ് ഈ കാണുന്ന വീടുകളെല്ലാം തന്നെ പണിതുകൊണ്ടിരിക്കുന്നത്. 30 വില്ലകളുള്ള പ്രൊജക്ട് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം വളരെ വലിയൊരു പ്രൊജക്റ്റാണിത്. അതിനകത്തുള്ളൊരു വീടാണ് നമ്മളിന്ന് പരിചയപ്പെടുത്തുന്നത്. ഇവിടെ നിന്ന് ബാക്കിയുള്ള സ്ഥലങ്ങളിലേക്കുള്ള ദൂരം നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻഫോ പാർക്കിലേക്ക് ഇവിടെ നിന്ന് വെറും 8 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. എയർപോർട്ടിലേക്ക് പോകണമെന്നുണ്ടെങ്കിൽ വെറും 18 കിലോമീറ്ററുമാണ് നമുക്ക് ഇവിടെ നിന്നുള്ള ദൂരം വരുന്നത്. HMT ജംഗ്ഷൻ ആണ് എല്ലാവർക്കും മെയിൻ ആയിട്ട് ഇവിടെ പറയാൻ പറ്റിയ ഒരു പോയിന്റ് ആയിട്ടുള്ളത്. HMT ജംഗ്ഷനിലേക്ക് നോക്കുവാണെങ്കിൽ നമുക്ക് വെറും 5.5 കിലോമീറ്റർ മാത്രമാണ് ഡിസ്റ്റൻസ് വരുന്നത്. ഈ സ്ഥലത്തെ കുറിച്ച് നിങ്ങൾക്ക് ഏകദേശം ഒരു ഐഡിയ കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു 30ഓളം വില്ലകൾ വരുന്ന പ്രൊജക്ടിനകത്താണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. ബാക്കി കുറച്ച് വേക്കന്റ് ലാൻഡുകളുണ്ട്, അവിടേക്ക് വീടുകൾ പണിയാനുള്ളതാണ്. ഇപ്പൊ നിങ്ങൾക്ക് ഏകദേശം ഇതിനകത്ത് കാണാം ഇത്രയും വീടുകളുടെ കൺസ്ട്രക്ഷൻ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. കംപ്ലീറ്റ് ആയിട്ട് ഏകദേശം എല്ലാ വർക്കുകളും കഴിഞ്ഞ് സെയിലിനായിട്ട് ഈ ഒരു വീടാണ് നമുക്കിപ്പോൾ ഉള്ളത്. ഇതിനകത്ത് നമുക്ക് കുറച്ച് ഫൈനൽ ഫിനിഷിംഗ് വർക്കുകളും കൂടെ മാത്രമാണ് ചെയ്യാനുള്ളത്. ഇതിന്റെ ഫ്രണ്ടിലൂടെ പോകുന്ന റോഡ് നോക്കിയാൽ നമുക്കറിയാം ഭംഗിയായിട്ട് ഇന്റർലോക്കിംഗ് ടൈലാണ് വിരിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ നല്ല ക്വാളിറ്റി ഉള്ള സാധനങ്ങൾ ഇട്ടിട്ട് തന്നെയാണ് ഈ കാണുന്ന ഒരു വീട് ചെയ്തിരിക്കുന്നത്. വീടിന്റെ എലിവേഷൻ നിങ്ങൾ കണ്ടോളൂ, ഭംഗിയായിട്ട് വൈറ്റ് കളർ പെയിന്റ് ആണ് ചെയ്തിരിക്കുന്നത്. വിൻഡോസ് ഡോർസ് എല്ലാം കുറച്ച് വെറൈറ്റി ആയിട്ടൊക്കെ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. GS സ്ക്വയർ ട്യൂബിന്റെ കുറച്ച് വർക്കുകൾ മുകളിലാണെങ്കിലും താഴെയൊക്കെ കൊടുത്തിട്ടുണ്ട്. ടെക്സ്റ്റൈൽ വർക്കുകൾ വന്നിട്ടുണ്ട്. ഭംഗിയായിട്ടുള്ള കുറച്ച് ഡിഫറെന്റ് കളർ പെയിന്റിങ്സും ചെറിയ ചെറിയ ഡിസൈനുകളൊക്കെ കൊടുത്ത് ഭംഗിയായിട്ടാണ് വീടിന്റെ എലിവേഷൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് മതിൽ നോക്കുവാണെങ്കിൽ ഭംഗിയായിട്ടൊരു വൈറ്റ് കളർ പെയിന്റ്, അതിനിടയ്ക്കൊക്കെ കുറച്ച് ടെക്സ്റ്റൈൽ വർക്കുകൾ വരുന്നുണ്ട്. ഓരോ പില്ലറുകളിലായിട്ടും ടെക്സ്റ്റൈൽ വർക്കുകൾ വരുന്നുണ്ട്. സ്പോട്ട് ലൈറ്റുകൾ കൊടുത്തിട്ടുണ്ട്. മെയിൻ പില്ലറുകളിലായിട്ട് വലിയ ഭംഗിയുള്ള ലാമ്പുകളൊക്കെ കൊടുത്തിട്ടാണ് ആ ഒരു ഫ്രണ്ട് ഗേറ്റ് മതിലൊക്കെ നമുക്ക് ചെയ്തിരിക്കുന്നത്. ഗേറ്റ് വന്നിട്ടാണെങ്കിൽ ജിയുടെ ട്യൂബിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു സൈഡ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് സ്ലൈഡ് ചെയ്ത് വെക്കാവുന്ന രീതിയിലാണ്, ഒരു സൈഡല്ല ഈ ഒരു ഗേറ്റ് കംപ്ലീറ്റ് ആയിട്ട് നമുക്ക് സ്ലൈഡ് ചെയ്ത് നിൽക്കാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു ഡയറക്ഷനിലേക്ക് മാത്രമാണ് നമുക്ക് സ്ലൈഡ് ചെയ്യാൻ പറ്റുന്നത്. വീടിനകത്തേക്ക് കയറി കഴിയുമ്പോൾ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം മെയിൻ ആയിട്ട് ഒരു കവേർഡ് കാർ പോർച്ച് നമുക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് കിട്ടുന്നത്. ഈ ഒരു കവേർഡ് കാർ പോർച്ചിന് അണ്ടറിൽ നമുക്ക് ഒരു കാറ് പാർക്ക് ചെയ്യാനുള്ള സ്പേസ് ആണ് കിട്ടുന്നത്. അതിന്റെ മുകളിലൊക്കെ LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ കൊടുത്തിട്ട് നല്ല ഭംഗിയാക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. പില്ലറുകളിലൊക്കെ ടെക്സ്റ്റൈൽ വർക്ക് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ഭാഗത്തേക്ക് നോക്കുവാണെങ്കിൽ അവിടെ ഒരു കാറ് കൂടി പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. ടോട്ടൽ 2 കാറുകൾക്കുള്ള പാർക്കിംഗ് സ്പേസ് ആണ് നമുക്കിവിടെ കിട്ടുന്നത്. വീടിനകത്തേക്ക് കയറിയിട്ട് നമ്മൾ ലെഫ്റ്റ് സൈഡിലേക്ക് പോകുന്ന സമയത്ത് ഞാൻ പറഞ്ഞിരുന്നു ഇവിടെ എല്ലാം ഭംഗിയായിട്ട് സ്റ്റോൺസ് ആണ് വിരിച്ചിരിക്കുന്നത്. നമുക്ക് ഇതിനോട് ചെറിയ ഗ്രാസ് പിടിപ്പിക്കുന്ന വർക്ക് മാത്രമാണ് പെയിന്റിംഗ് ഉള്ളത്. ഇവിടെ നിങ്ങൾക്ക് ഒരു കിണർ കാണാം. ഈ വീട്ടിലേക്കുള്ള വെള്ളത്തിന്റെ സോഴ്സ് എന്ന് പറയുന്നത് ഒരു കിണറുണ്ട്. അത് കൂടാതെ KWയുടെ വാട്ടറും കൂടിയാണ് നമുക്ക് മറ്റൊരു ഓപ്ഷൻ ആയിട്ട് ഉള്ളത്. ബാക്ക് സൈഡിലേക്ക് പോകുന്ന സമയത്ത് കംപ്ലീറ്റ് ആയിട്ട് ടൈല് വിരിച്ചാണ് ബാക്ക് സൈഡ് എല്ലാം നീറ്റ് ആക്കിയിരിക്കുന്നത്. 2 സൈഡിലൂടെയും ആളുകൾക്ക് കടന്നു പോകാനുള്ള സ്പേസ് ഇട്ടിട്ടാണ് ഈ കാണുന്ന വീടിന്റെ 2 സൈഡും ലെഫ്റ്റും റൈറ്റും ചെയ്തിരിക്കുന്നത്. നേരെ നമ്മൾ ചെന്ന് വീടിന്റെ ബാക്ക് സൈഡ് ചെല്ലുമ്പോൾ അവിടെ നമുക്ക് വർക്ക് ഏരിയയ്ക്ക് ആയിട്ടുള്ള ആ ഒരു സ്പേസ് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഫ്ലോറിംഗ് എല്ലാം തന്നെ കംപ്ലീറ്റ് ആക്കിയിട്ടാണ് ഇട്ടിരിക്കുന്നത്. മെയിൻ ഗേറ്റ് തുറന്ന വീടിന് റൈറ്റ് സൈഡിലേക്ക് പോകുന്ന വഴി, അതായത് കാർ പോർച്ചിന്റെ സൈഡിലൂടെ പോകുന്ന ആ വഴി ചെന്ന് നേരെ എൻഡ് ചെയ്യുന്നത് ബാക്ക് സൈഡിലെ വർക്ക് ഏരിയയുടെ സ്പേസിലാണ്. അവിടെയും നമുക്ക് കടന്നു പോകാനുള്ള നല്ല വിഡ്ത് ഇട്ടിട്ട് തന്നെയാണ് വീട് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് വീടിന്റെ സിറ്റ് ഔട്ടിലാണ്. ഞാൻ മെയിൻ 2 പില്ലറുകളെ കുറിച്ച് പറഞ്ഞു. ഓൾറെഡി അവിടെ നിങ്ങൾ കണ്ടു കുറച്ച് ടെക്സ്റ്റൈൽ വർക്കുകളൊക്കെയാണ് ആ 2 പില്ലറുകളിലായിട്ട് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു സിറ്റ് ഔട്ടിന്റെ മുകൾ ഭാഗത്തേക്ക് നോക്കുവാണെങ്കിലും ഭംഗിയായിട്ടുള്ള LED സ്ട്രിപ്പും LED ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെയാണ് നമുക്ക് കിട്ടുന്നത്. ഒരു ചെറിയ സിറ്റ് ഔട്ട്, ലെങ്തി ആയിട്ടുള്ള സിറ്റ് ഔട്ട് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ബ്ലാക്ക് കളറിലുള്ള ഗ്രാനൈറ്റ് ആണ് ഇവിടെ ഇട്ടിരിക്കുന്നത്. ഈ കാണുന്ന വീടിന്റെ ലാൻഡ് അളവ് നോക്കുവാണെങ്കിൽ 4.4 സെന്റ് ലാൻഡിൽ 2300 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 4.4 സെന്റ് സ്ഥലത്ത് 2300 സ്ക്വയർ ഫീറ്റിൽ ചെയ്തിരിക്കുന്ന ഒരു വീടാവുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും അത്യാവശ്യം നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു വീട് തന്നെയാണ്. വീടിന്റെ മെയിൻ ഡോർ ഈ കാണുന്നതാണ്. 2 പീസിലാണ് ചെയ്തിരിക്കുന്നത്. ടീക്കൂട്ടിന്റെ പാനലിംഗ് ആണ് ഇതിന് കൊടുത്തിരിക്കുന്നത്. ഇതിന്റെ ദർശനം വന്നിട്ട് നമുക്ക് നോർത്ത് ഈസ്റ്റ് ആയിട്ടാണ് വരുന്നത്.
വടക്ക് കിഴക്കായിട്ടാണ് വീടിന്റെ ദർശനം വരുന്നത്. ഈ ഒരു മെയിൻ ഡോർ തുറന്ന് നമ്മൾ നേരെ വരുന്ന സമയത്ത് ഞാൻ പറഞ്ഞു മെയിൻ ഡോർ ചെയ്തിരിക്കുന്നത് ടീക്ക് വുഡിലാണ്. ബാക്കിയുള്ള ഇവിടുത്തെ വിൻഡോസും ഡോഴ്സും ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആഞ്ഞലിയിലും മഹാഗണിയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇതുപോലെ വലിയ ലിവിംഗ് സ്പേസ് കിട്ടുന്ന വീടുകൾ വളരെ കുറവാണ്. ഒരുപാട് കസ്റ്റമേഴ്സിന്റെ എൻക്വയറിയാണ് വലിയ ലിവിംഗ് സ്പേസ് വേണമെന്നുള്ളത്. നമുക്കൊരു 10 പേരെ വരെ ഇവിടെ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു വലിയ സ്പേസ് തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. താഴത്തെ ഫ്ലോറിംഗ് നോക്കിയാൽ നിങ്ങൾക്ക് കാണാം കജാരയുടെ നല്ല വലിയ ടൈലുകൾ തന്നെയാണ് ഉപയോഗിച്ചിരിക്കുന്നത്. ചെറിയൊരു ഡിസൈൻ വരുന്ന ഓഫ് വൈറ്റിൽ ചെറിയൊരു ഡിസൈൻ വരുന്ന ഷെയ്ഡ് കൂടിയാണ് ടൈലുകൾക്കായിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നേരെ കയറി വരുമ്പോൾ നമുക്ക് കാണാൻ പറ്റുന്നത് TV വെക്കാനുള്ള സ്പേസ് ആണ്. മൾട്ടിവുഡിൽ വൈറ്റ് ആൻഡ് വുഡ് കളർ കോമ്പിനേഷനിൽ ഭംഗിയായിട്ട് തന്നെയാണ് TV യൂണിറ്റ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ വിൻഡോസ് നോക്കുവാണെങ്കിൽ ഈ ഭാഗത്ത് 3 വിൻഡോസും അവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും ഭംഗിയുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഫാൻ ഫിറ്റിംഗ്സും ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അപ്പം എടുത്തു പറയേണ്ട ഹൈലൈറ്റ് എന്നുള്ളത് നമുക്കൊരു 10 പേരെ വരെ ഈ ഒരു ലിവിംഗ് സ്പേസിൽ അക്കോമഡേറ്റ് ചെയ്യാൻ പറ്റുന്ന നല്ലൊരു ഏരിയ തന്നെയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഇവിടെ നിന്ന് നമ്മൾ നേരെ ഡൈനിങ് സ്പേസിലേക്ക് പോകുന്ന സമയത്ത് ആ ഒരു എൻട്രൻസ് നോക്കിയാലും കാണാം മൾട്ടിവുഡ് കൊണ്ട് തന്നെയല്ല നല്ലൊരു വർക്ക് തന്നെയാണ് ഈ എൻട്രൻസിലും കൊടുത്തിരിക്കുന്നത്. ലൈറ്റ് ഫിറ്റിംഗ്സ് ഒക്കെ മുകളിലൊക്കെ ആയിട്ട് ധാരാളം കൊടുത്തിട്ടുണ്ട്. ഇവിടെ നിന്നാണ് നമുക്ക് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് വരുന്നത്. ഗ്രാനൈറ്റ് ആണ്, ബ്ലാക്ക് കളർ ഗ്രാനൈറ്റ് ആണ് സ്റ്റെപ്പുകളിലൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഹാൻഡ് റെയിൽസ് എല്ലാം നോക്കിയാൽ കണ്ണിന് ഉടൻ ഫിനിഷിംഗ് വരുന്ന പോലത്തെയാണ് ചെയ്തിരിക്കുന്നത്. അകത്തെല്ലാം തന്നെ ടഫിന്റെ ഗ്ലാസ് ഇട്ട് അതിന് ഇന്നൽ പോർഷന്റെ ആ ഒരു ഔട്ട് ഫ്രെയിം ആണെങ്കിൽ പോലും ഉടൻ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. നമ്മൾ ഈ ഒരു വീട്ടിൽ നമുക്ക് 2 ബെഡ്റൂമുകൾ കിട്ടുന്നുണ്ട്. അപ്പൊ അതിനകത്ത് ഒരു ബെഡ്റൂം വരുന്നത് നമുക്ക് നേരെ നമ്മളെ ലിവിംഗ് സ്പേസിൽ നിന്നും ഈ ഒരു സ്റ്റെയർ കേസ് നിങ്ങൾക്ക് വിസിബിൾ ആണ്. അവിടെ നിന്ന് ലെഫ്റ്റ് സൈഡിലേക്ക് പോകുമ്പോൾ നമുക്കൊരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. അപ്പോൾ ആ ഒരു സൈഡ് തന്നെ നമുക്ക് ആദ്യം അങ്ങ് കണ്ടിട്ട് പോകാം. ഇതിന്റെ ഒരു ഡോർ വന്നിട്ട് കുറച്ച് ഭംഗിയുള്ള ഒരു ഡിസൈനിലും മെറൂൺ കളർ ഷെയ്ഡിലായിട്ടാണ് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു ബെഡ്റൂമിന്റെ സൈസ് വന്നിട്ട് 11x12 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 11-12 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. നേരെ കയറി വരുന്ന സമയത്ത് നമുക്ക് വിൻഡോസ് കാണാം. ഈ ഒരു വോളിൽ 2 സിംഗിൾ വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും ഭംഗിയായിട്ടുള്ള റൂഫിംഗ് വർക്കുകളും ഫാൻ ഫിറ്റിംഗും ലൈറ്റ് ഫിറ്റിംഗും ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഈ ഒരു കോർണർ ഭാഗത്തായിട്ടാണ് നമുക്ക് വാർഡ്രോബ് വരുന്നത്. അവിടെ TV യൂണിറ്റിൽ കണ്ട ആ ഒരു സെയിം മെറ്റീരിയലും കളർ കോമ്പിനേഷനുകളും ഒക്കെ തന്നെയാണ് ഈ ഒരു ഭാഗത്ത് യൂസ് ചെയ്തിരിക്കുന്നത്. ഇവിടെയായിട്ട് നമുക്കൊരു മിററും കിട്ടുന്നുണ്ട്. അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ട് ഈ ഒരു ഭാഗത്താണ്. ഇവിടുത്തെ സാനിറ്ററി ഫിറ്റിംഗ്സ് എല്ലാം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ജാഗ്വാറിലും സെറയിലും ഒക്കെ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ബാത്റൂമിനകത്തുള്ള ടൈലുകളുടെ ഒരു കളർ കോമ്പിനേഷൻ നോക്കുകയാണെങ്കിലും ഒരു ഗ്രേ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ടൈലുകളൊക്കെ ആയിട്ട് യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഡ്രൈ ആൻഡ് വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിലാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ അറേഞ്ച് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു വയറിങ് കാര്യങ്ങളൊക്കെ നോക്കുവാണെങ്കിൽ വി ഗാർഡിന്റെ ആണ് വയറിങ്ങുകളെല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്. സ്വിച്ചസ് എല്ലാം നോക്കുവാണെങ്കിൽ ലേഗ്രാൻഡിന്റെ ആണ് ചെയ്തിരിക്കുന്നത്. അതാണ് ഞാൻ പറഞ്ഞത്, ക്വാളിറ്റി ഉള്ള ഐറ്റംസും മെറ്റീരിയൽസും മാത്രമാണ് ഈ കാണുന്ന വീടിന്റെ പണിയുന്ന സമയത്ത് എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മൾ നിൽക്കുന്നത് ഇവിടുത്തെ ഡൈനിങ് സ്പേസിലാണ്. നമുക്കൊരു 6 പേരെ അക്കോമഡേറ്റ് ചെയ്യാവുന്ന ഒരു സ്പേസ് ആണ് ഡൈനിങ് ഹാളിൽ കിട്ടുന്നത്. ഞാൻ നിൽക്കുന്നതിന്റെ ബാക്ക് സൈഡിൽ നിങ്ങൾക്ക് 3 വിൻഡോസ് കാണാൻ പറ്റുന്നുണ്ട്. അതുപോലെ തന്നെ ഈ സ്റ്റെയർ കേസിന്റെ താഴെയുള്ള ഭാഗത്താണെങ്കിൽ നമുക്ക് ഡോറുകളൊക്കെ വെച്ച് ക്ലോസ് ചെയ്യാവുന്ന കബോർഡുകളായിട്ടാണ് തിരിച്ചിരിക്കുന്നത്. ഇൻവെർട്ടേഴ്സ് ഒക്കെ വെക്കാനായിട്ട് നമുക്ക് ആ ഒരു ഏരിയ യൂസ് ചെയ്യാവുന്നതാണ്. ഡൈനിങ്ങിന്റെ മുകളിലേക്ക് നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവിടെ കുറച്ച് ഭാഗം കവർ ചെയ്തിട്ടുണ്ട്. ബാക്കി വന്നിട്ട് ഡബിൾ ഹൈറ്റഡ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. കവർ ചെയ്തിരിക്കുന്ന ഏരിയയിൽ LED സ്ട്രിപ്പുകൾ ഇട്ടിട്ടുണ്ട്. അതുകൂടാതെ അവിടെ ഒരു ഫാൻ കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നേരെ മുകളിൽ നമുക്ക് ആ ഒരു ടോപ്പ് എൻഡ് ആണ് വിസിബിൾ ആയിട്ടുള്ളത്. അവിടെ ഭംഗിയായിട്ടുള്ള ഒരു ഹാങ്ങിങ് ഷാൻലിയർ ഇട്ടിരിക്കുന്നത് നമുക്ക് കാണാൻ പറ്റുന്നുണ്ട്. ഇവിടെ 2 ബെഡ്റൂമുകളിൽ ഒരു ബെഡ്റൂം നമ്മൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് ഒരു ബെഡ്റൂം കാണാനുണ്ട്. ആ ബെഡ്റൂമിലേക്ക് പോകുന്ന വഴിക്ക് ഈ ഒരു ഭാഗത്തായിട്ടാണ് ഇവിടുത്തെ വാഷിംഗ് ഏരിയ വരുന്നത്. മൾട്ടിവുഡ് കൊണ്ട് തന്നെ വളരെ ഭംഗിയായിട്ടാണ് ചെയ്തിരിക്കുന്നത്. താഴെയൊക്കെ ആയിട്ട് നമുക്ക് കബോർഡ് വർക്കുകളൊക്കെ ചെയ്തിട്ടുണ്ട്. ജെറയുടെയാണ് ഫിറ്റിംഗ് വരുന്നത്. ഈ ഭാഗത്ത് ഇത് വെച്ചിരിക്കുന്നത് ടോപ്പ് സ്ലാബ് വന്നിട്ട് ഗ്രാനൈറ്റിലാണ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്നത് ഇവിടുത്തെ 2ാമത്തെ ബെഡ്റൂമാണ്. ഡോറുകളുടെ പാറ്റേൺ ഒക്കെ സെയിം ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ ഒരു സൈസ് വന്നിട്ട് 11x13 ഫീറ്റ് 11x13 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഇവിടെ നമുക്ക് 3 വിൻഡോസ് കിട്ടുന്നുണ്ട്. ആ ഒരു വോളിൽ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിൽ നമ്മൾ നേരത്തെ കണ്ടതുപോലെ ഭംഗിയായിട്ടുള്ള വർക്കുകളും ലൈറ്റും ഫാനും എല്ലാം തന്നെ ഓൾറെഡി ഇവിടെ അറേഞ്ച്ഡ് ആണ്. ഇവിടെയായിട്ടാണ് നമുക്ക് കബോർഡ് കിട്ടുന്നത്. വാർഡ്രോബുകളൊക്കെ നോക്കുവാണെങ്കിൽ സെയിം മോഡലിലും എല്ലാം തന്നെയാണ് ചെയ്തിരിക്കുന്നത്. എക്സ്ട്രാ നമുക്കൊരു സ്പേസ് ആയിട്ട് വരുന്നത് ഈ ഒരു ഭാഗത്ത് കുറച്ച് ഓപ്പൺ ഷെൽഫുകൾ കിട്ടുന്നുണ്ട്. ഇതിനകത്തും ഓൾറെഡി മിറർ അറ്റാച്ച് ചെയ്തിട്ടുണ്ട്. ഇവിടെയായിട്ടാണ് നമുക്ക് ബാത്റൂമിന്റെ ഡോറ് വരുന്നത്. ഡോറിന്റെ ജസ്റ്റ് പ്ലാസ്റ്റിക് ഒരു കവർ മാറ്റിയിട്ടില്ല എന്ന് മാത്രമേ ഉള്ളൂ, പുതിയതായതുകൊണ്ട്. ബാത്റൂമിനകത്ത് നോക്കുവാണെങ്കിൽ ഒരു യെല്ലോ ആൻഡ് വൈറ്റ് കളർ കോമ്പിനേഷനിലാണ് ടൈലുകൾ ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബാത്റൂമിനകത്താണെങ്കിൽ നമുക്ക് ഡ്രൈ ആൻഡ് വെറ്റ് ഏരിയ സെപ്പറേറ്റ് ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് ഫിറ്റിംഗ്സ് എല്ലാം തന്നെ ചെയ്തിരിക്കുന്നത്.
ആ ഒരു ബെഡ്റൂം കണ്ടതിന് ശേഷം നമ്മൾ വീണ്ടും ഇവിടുത്തെ ഡൈനിങ് സ്പേസിലാണ് വരുന്നത്. ഇവിടെ നിന്നിട്ടാണ് നമുക്ക് കിച്ചൺ തുടങ്ങുന്നത്. കിച്ചൺ കംപ്ലീറ്റ്ലി ഓപ്പൺ കിച്ചൺ ആയിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. കിച്ചണിലേക്ക് നമുക്ക് 2 എൻട്രൻസ് കിട്ടുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. മെയിൻ എൻട്രൻസും അതുകൂടാതെ നമുക്ക് ഈ ഒരു സൈഡ് വഴി കൂടി എൻട്രി ആവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. മൾട്ടിവുഡ് കൊണ്ട് വളരെ ഭംഗിയായിട്ടാണ് ഇതിന്റെ എൻട്രൻസ് ചെയ്തിരിക്കുന്നത്. അതുകൂടാതെ താഴെയൊക്കെ നല്ല വുഡൻ ഡിസൈനുകൾ നിങ്ങൾക്ക് കാണാം. മുകൾ ഭാഗത്താണെങ്കിൽ 2 ചെറിയ ഹാങ്ങിങ് ലൈറ്റുകളും അവിടെ കൊടുത്തിട്ടുണ്ട്. കിച്ചണിനകത്തേക്ക് വരുന്ന സമയത്ത് ടോപ്പ് സ്ലാബ് വന്നിട്ട് വൈറ്റ് കളറിലാണ് ചെയ്തിരിക്കുന്നത്. ഒരു ലൈറ്റ് ഗ്രീൻ ഷെയ്ഡിലാണ് ഇവിടുത്തെ കിച്ചൺ ക്യാബിനറ്റ്സ് എല്ലാം തന്നെ വരുന്നത്. ആവശ്യത്തിന് സ്റ്റോറേജ് ഫെസിലിറ്റി കിട്ടുന്ന രീതിയിൽ മുകളിലും താഴെയൊക്കെ ആയിട്ടാണ് കിച്ചൺ ക്യാബിനറ്റ്സ് ചെയ്തിരിക്കുന്നത്. നമുക്ക് ഇവിടെ ഒരു ഫേബറിന്റെ ചിമ്മിണി കൂടി പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതിന് തൊട്ട് താഴെയായിട്ട് കാണാം 3 വിൻഡോസ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. സിങ്ക് വിത്ത് 2 പൈപ്പ് കണക്ഷൻസ് വരുന്നത് ആ ഒരു ഭാഗത്തായിട്ടാണ്. കിച്ചണിന്റെ മുകളിലാണെന്നുണ്ടെങ്കിലും ഫാൻ ഫെസിലിറ്റി നമുക്ക് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു ഡോർ തുറന്ന് നമ്മൾ വരുന്നത് ഇവിടുത്തെ വർക്ക് ഏരിയയൊക്കെ ആയിട്ട് പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ആ ഒരു സ്പേസിലാണ്. ഞാൻ പറഞ്ഞിരുന്നു നേരത്തെ തന്നെ നമ്മൾ ഫസ്റ്റ് വീഡിയോ എടുത്തിട്ട് അവർ പറഞ്ഞിരുന്നു ഇവിടുത്തെ ഫ്ലോറിംഗ് എല്ലാം ചെയ്തിട്ടുണ്ട്. ഇനി ബാക്കിയുള്ള വർക്കുകൾ മാത്രമാണ് കംപ്ലീഷൻ ആവാനുള്ളത്. സ്റ്റെപ്പ് കയറി ഇപ്പൊ നമ്മൾ മുകളിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്. നമുക്ക് ഈ മുകളിൽ ഹാങ് ചെയ്തിരിക്കുന്ന ഷാൻലിയർ ഇവിടെ നിൽക്കുമ്പോൾ കുറച്ചും കൂടെ അടുത്ത് നമുക്ക് വിസിബിൾ ആണ്. വളരെ ഭംഗിയായിട്ട് തന്നെയാണ് ചെയ്തിരിക്കുന്നത്. സ്റ്റെപ്പ് കയറി വരുന്ന സമയത്ത് നമ്മുടെ ലെഫ്റ്റ് സൈഡിൽ നമുക്ക് അവിടെ കുറച്ച് ഓപ്പണിങ്സ് വരുന്നുണ്ട്. അത് പെർഗോള മോഡലാണ് ചെയ്തിരിക്കുന്നത്. ഗ്ലാസ് ഇട്ട് കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിരിക്കുകയാണ്. സ്റ്റെപ്പ് കയറി വന്ന് നമ്മൾ നേരെ നിൽക്കുന്നത് ഇങ്ങനെ ഒരു സ്പേസിലാണ്. നിങ്ങൾക്ക് കാണാം എൽ ഷേപ്പിൽ ഇങ്ങനെ ഒരു സ്പേസ് ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. നമ്മൾ താഴെ 2 ബെഡ്റൂമുകളാണ് കണ്ടത്. മുകളിൽ നമുക്ക് 2 ബെഡ്റൂമുകളും കൂടിയാണ് കിട്ടുന്നത്. സ്റ്റെപ്പ് കയറി നേരെ വരുമ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡിലായിട്ട് നമുക്കൊരു ഡോർ ഉണ്ട്. അത് തുറന്ന് നമ്മൾ വരുന്നത് ഇവിടുത്തെ യൂട്ടിലിറ്റി സ്പേസിലേക്കാണ്. അത്യാവശ്യത്തിന് നല്ല സ്പേസ് ഇട്ടിട്ട് തന്നെയാണ് യൂട്ടിലിറ്റി സ്പേസ് ചെയ്തിരിക്കുന്നത്. കുറച്ച് ഡിഫറെന്റ് ആയിട്ടുള്ള ടൈലാണ് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്നത്. നമുക്ക് വാഷിംഗ് മെഷീൻ വെക്കാനുള്ള പവർ പോയിന്റും വേസ്റ്റ് വാട്ടർ പോകാനുള്ള യൂണിറ്റ് എല്ലാം ഇവിടെയാണ് അറേഞ്ച് ചെയ്തിരിക്കുന്നത്. മുകളിലെല്ലാം കംപ്ലീറ്റ് ആയിട്ട് കവർ ചെയ്തിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് മാറിയാൽ ഇവിടെ നിന്നാണ് മുകളിലേക്ക് പോകാനുള്ള സ്റ്റെയർ കേസ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ടെറസ് വന്നിട്ട് കംപ്ലീറ്റ്ലി ഓപ്പൺ ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു യൂട്ടിലിറ്റി സ്പേസ് കഴിഞ്ഞാൽ അതിനെ തൊട്ടടുത്തായിട്ട് നമുക്കൊരു ബെഡ്റൂം കിട്ടുന്നുണ്ട്. ബെഡ്റൂമിന്റെ ഡോറുകളൊക്കെ സെയിം പാറ്റേൺ തന്നെയാണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ സൈസ് വന്നത് 13x11 13-11 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂം ചെയ്തിരിക്കുന്നത്. ഈ ഒരു വോളിൽ 2 സിംഗിൾ വിൻഡോസും ഇവിടെ 3 വിൻഡോസും ആണ് നമുക്ക് കിട്ടുന്നത്. റൂഫിലാണെങ്കിലും കുറച്ച് ബോർഡർ ലൈനുകളൊക്കെ കൊടുത്തിട്ട് ഭംഗിയായിട്ടാണ് LED സ്ട്രിപ്പുകളും LED ലൈറ്റുകളും എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്നത്. ഓൾറെഡി ഫാൻ ഇവിടെ എല്ലാ റൂമുകളിലും തന്നെ അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ഈ ഭാഗത്തായിട്ടാണ് നമുക്ക് വാർഡ്രോബ് വരുന്നത്. താഴെ കണ്ട സെയിം മെറ്റീരിയലും സെയിം മോഡലിലും തന്നെയാണ് വാർഡ്രോബ് ഇവിടെ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂം വന്നിട്ട് ഈ ഒരു ഭാഗത്തായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടെയും നമുക്ക് വെറ്റ് ആൻഡ് ഡ്രൈ ഏരിയ സെപ്പറേഷൻ ചെയ്യാവുന്ന രീതിയിൽ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കളറിലുള്ള ടൈലാണ് ബാത്റൂമിനകത്തൊക്കെ യൂസ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ബെഡ്റൂമിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മൾ നേരെ വരുന്നത് ഇവിടെ കാണുന്ന ഈ ഒരു ഓപ്പൺ സ്പേസിലേക്കാണ്. ഈ ഒരു സ്പേസ് നമ്മൾ കടന്നു വരുന്ന സമയത്ത് ഇവിടെയായിട്ടാണ് നമുക്ക് അപ്പർ ലിവിംഗ് ഏരിയ വരുന്നത്. അവിടേക്ക് പോകുന്നതിന് മുമ്പായിട്ട് ഈ ഒരു ഭാഗത്തായിട്ട് നമുക്ക് ഇവിടുത്തെ ഫൈനൽ ആൻഡ് 4th ബെഡ്റൂം വരുന്നുണ്ട്. നമുക്ക് അതുകൂടെ കണ്ടിട്ട് ലിവിംഗ് ഏരിയയിലേക്ക് പോകാം. ഈ ഒരു ബെഡ്റൂമിലേക്ക് വരുന്ന സമയത്ത് ഇതിന്റെ ഒരു ബെഡ്റൂം സൈസ് വന്നിട്ട് 11x13 ഫീറ്റിലാണ് ചെയ്തിരിക്കുന്നത്. 11x13 ഫീറ്റിലാണ് ഈ കാണുന്ന ബെഡ്റൂമിന്റെ സൈസ് വരുന്നത്. ഇവിടെ 3 വിൻഡോസും ഇവിടെ 2 സിംഗിൾ വിൻഡോസും ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. റൂഫിലൊക്കെ കാണുന്നുണ്ടെങ്കിലും അത്യാവശ്യത്തിന് നല്ല ഭംഗിയുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗും ഒക്കെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. വാർഡ്രോബുകളെല്ലാം തന്നെ സെയിം മോഡലിലായിട്ടാണ് ചെയ്തിരിക്കുന്നത്. വിത്ത് മിററോട് കൂടിയിട്ട് തന്നെ ആ ഒരു ഡബിൾ ഷെയ്ഡ് വരുന്ന രീതിയിലാണ് വാർഡ്രോബുകൾ ചെയ്തിരിക്കുന്നത്. അറ്റാച്ച്ഡ് ബാത്റൂമിലേക്ക് നോക്കുവാണെങ്കിലും കുറച്ച് ഡാർക്ക് ഗ്രേ കളറിലുള്ള ഒരു ഗ്ലോസി ടൈപ്പ് ടൈലാണ് വോളിൽ യൂസ് ചെയ്തിരിക്കുന്നത്. താഴെയാണെന്നുണ്ടെങ്കിലും ഒരു ചെറിയ കോപ്പർ കളറുള്ള ഗ്രിപ്പോട് കൂടിയ ടൈലാണ് യൂസ് ചെയ്തിരിക്കുന്നത്. എല്ലാ ബാത്റൂമുകളും തന്നെ നമുക്ക് ഡ്രൈ ആൻഡ് വെറ്റ് ഏരിയ സെപ്പറേഷനോട് കൂടി തന്നെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു പോർഷനിൽ നമ്മൾ നിൽക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരു വലിയ എൻട്രൻസ് കാണാം. മൾട്ടിവുഡ് കൊണ്ട് വളരെ ഭംഗിയായിട്ടുള്ള ഒരു നല്ല എൻട്രൻസ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. നമുക്ക് മുകളിലുള്ള അപ്പർ ലിവിംഗ് സ്പേസിലേക്ക് വരാനുള്ള എൻട്രൻസ് ആണ് നമ്മളിപ്പോൾ കണ്ടത്. താഴെ പോലെ തന്നെ മുകളിൽ നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ലിവിംഗ് ഏരിയ നമുക്ക് കിട്ടുന്നുണ്ട്. ഈ ഭാഗത്ത് വിൻഡോസ് വരുന്നുണ്ട്. അവിടെയും 3 വിൻഡോസ് ആയിട്ടാണ് ചെയ്തിരിക്കുന്നത്. ഇവിടുത്തെ ഒരു TV യൂണിറ്റിനുള്ള ഏരിയ നോക്കുവാണെങ്കിൽ താഴെ കണ്ട ആ ഒരു സെയിം മോഡൽ തന്നെയാണ്. വൈറ്റ് ആൻഡ് വുഡ് കളർ വരുന്ന ഒരു TV യൂണിറ്റ് ആണ് ഈ ഒരു ഭാഗത്ത് നമുക്ക് കിട്ടുന്നത്. അതിന് താഴെയൊക്കെ കുറച്ച് വർക്കുകൾ കൂടി ലൈറ്റ് ഫിറ്റിങ്ങിന്റെ കുറച്ച് വർക്കുകൾ കൂടി നമുക്ക് കംപ്ലീഷൻ ആവാനുണ്ട്. ഇതിന്റെ റൂഫിൽ നോക്കുവാണെങ്കിലും ഭംഗിയായിട്ടുള്ള വർക്കുകളും ലൈറ്റ് ഫിറ്റിംഗ്സും ഒക്കെയാണ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു അപ്പർ ലിവിംഗ് സ്പേസിൽ നിന്നും ഓപ്പൺ ചെയ്യുന്ന ഡോറ് ബാൽക്കണിയിലേക്കാണ് തുറക്കുന്നത്. ബാൽക്കണി നോക്കുവാണെങ്കിൽ വളരെ സ്പേഷ്യസ് ആയിട്ടുള്ള ഒരു ബാൽക്കണിയാണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ഹാൻഡ് റെയിൽസ് ഒക്കെ ആ ഒരു വുഡൻ ബേസ്ഡ് ആയിട്ട് ചെയ്തിട്ട് അതിനകത്തെല്ലാം ടഫന്റെ ഗ്ലാസ് ഇട്ടിട്ടാണ് കവർ ചെയ്തിരിക്കുന്നത്.
താഴെ നിന്നുള്ള ആ പില്ലറിന്റെ കണ്ടിന്യൂഷൻ ടെക്സ്റ്റ് വർക്ക് ചെയ്ത പില്ലറാണ് ഇങ്ങോട്ടേക്കും വരുന്നത്. റൂഫിൽ നോക്കുവാണെങ്കിലും കാണാൻ ഭംഗിയായിട്ട് LED സ്ട്രിപ്പുകളും അതുപോലെ ഒരു ഫാൻ ഫിറ്റിങ്ങും കൂടിയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. അപ്പൊ ഈ നമ്മൾ ഇന്ന് പരിചയപ്പെട്ട വീട് സ്ഥിതി ചെയ്യുന്നത് എറണാകുളം ജില്ലയിലെ കളമശ്ശേരി മെഡിക്കൽ കോളേജിൽ നിന്നും വെറും 2.5 കിലോമീറ്റർ മാത്രം മാറിയിട്ടുള്ള ദൂരത്തിലാണ്. നല്ലൊരു ഏരിയയിൽ തന്നെയാണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത്. 30ഓളം വില്ലകളുള്ള ഒരു വില്ല പ്രൊജക്ടിനകത്ത് 3-4 വീടുകളുടെ വർക്കുകളാണ് ഇപ്പോൾ കഴിഞ്ഞിരിക്കുന്നത്. കംപ്ലീറ്റ്ലി വർക്ക് കഴിഞ്ഞിട്ടുള്ള ഈ ഒരു വീടാണ് ഇപ്പോൾ സെയിലിനായിട്ട് ഇട്ടിരിക്കുന്നത്. നമുക്ക് ഈ ഒരു വീടിന്റെ ബാക്കിയുള്ള ഡീറ്റെയിൽ ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ 4.4 സെന്റ് ലാൻഡിലാണ് ഈ കാണുന്ന വീട് സ്ഥിതി ചെയ്യുന്നത്. 4.4 സെന്റ് ആണ് ഇതിന്റെ ലാൻഡ് അളവ് വരുന്നത്. 2300 സ്ക്വയർ ഫീറ്റിലാണ് ഈ കാണുന്ന വീട് ചെയ്തിരിക്കുന്നത്. 2300 ആണ് ഈ വീടിന്റെ സ്ക്വയർ ഫീറ്റ് വരുന്നത്. 4 ബെഡ്റൂമുകളായിട്ടാണ് ചെയ്തിരിക്കുന്നത്. നമുക്ക് 2 കാറുകൾ പാർക്ക് ചെയ്യാനുള്ള സ്പേസ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ഡ്രിങ്കിങ് വാട്ടറിനായിട്ട് നമുക്ക് കിണറുണ്ട്. അതുകൂടാതെ KWയുടെ വാട്ടറും കൂടിയാണ് മറ്റൊരു ഓപ്ഷൻ ആയിട്ടുള്ളത്. അത്യാവശ്യം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പനിയുടെ ഫിറ്റിംഗ്സും ലൈറ്റ് ഫിറ്റിംഗ്സ്, കേബിളിംഗ്, വയറുകൾ എല്ലാം തന്നെ യൂസ് ചെയ്തിരിക്കുന്ന ഡോറുകളാണെങ്കിലും എല്ലാം നല്ല സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള കമ്പനിയുടെ ഫിറ്റിംഗ്സ് ആണ് യൂസ് ചെയ്തിരിക്കുന്നത്. ഈ കാണുന്ന വീടിന് ഉദ്ദേശിക്കുന്ന പ്രൈസ് എന്ന് പറയുന്നത് 89 lakhs ആണ്. 89 ലക്ഷം എന്നുള്ള ഇതിന്റെ പ്രൈസ് തീർച്ചയായിട്ടും നെഗോഷ്യബിൾ ആണ്. ഈ വീട് സ്വന്തമാക്കാൻ ആഗ്രഹിക്കുന്നവരെ എത്രയും പെട്ടെന്ന് മാർബിൾ ഹോംസിന്റെ സ്ക്രീനിൽ കാണുന്ന നമ്പറുകളിലേക്ക് വിളിക്കുക. ഇതുപോലുള്ള മനോഹരമായ വീടുകൾ ഇനിയും കാണണമെന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന ഒരുപാട് പേരുണ്ട്. ഇപ്പോൾ തന്നെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കുക. അടുത്തൊരു വീഡിയോയുമായി കാണുന്നത് വരേക്കും എല്ലാവർക്കും ബൈ.